Hello everyone, it's me Savitha Charles from Putturans. നമ്മൾ ഇന്ന് കാണുന്നത് കലങ്കാരി കോട്ടണിലുള്ള റണ്ണിംഗ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആണ്. കലങ്കാരി കോട്ടന്റെ റണ്ണിംഗ് ഫാബ്രിക് കൊണ്ടുവന്നപ്പോൾ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഇത്രയും നാളും കലങ്കാരിയുടെ പ്രൈസ് ഇട്ടിരുന്നത് 159 rupees പെർ മീറ്ററിലാണ്. അപ്പോൾ ഒന്ന് രണ്ട് പേര് കമന്റ് ചെയ്തത് ഞാൻ കണ്ടു. നമുക്ക് അത്ര വലിയ എന്താ പറയുക മാർക്കറ്റിൽ അവൈലബിൾ ആയതിനേക്കാളും കുറഞ്ഞ റേറ്റിലാണെന്നൊന്നും പറയാനില്ല. 160 ആണ് നോർമലി എല്ലാ ഷോപ്പിലും ഉള്ളതെന്നൊക്കെ ഞാൻ കണ്ടു. ആക്ച്വലി നമ്മൾ ഇത്രയും നാള് കലങ്കാരി എടുത്തുകൊണ്ടിരുന്നത് ഡിസ്ട്രിബ്യൂട്ടറിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. കലങ്കാരിയും അതുപോലെ ജക്കാർഡ്, അതായത് ഒരു ജക്കാർഡിലുള്ള കോട്ടൺ, ഹാൻഡ്ലൂം കോട്ടൺ എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നിരുന്നതൊക്കെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവന്നിരുന്നത്. അത് കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം തന്നെ ക്യാമ്പ്രിക്കിലുള്ള റണ്ണിങ് ഫാബ്രിക്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ക്യാമ്പ്രിക്കും അതുപോലെ തന്നെ 40s by 40s ആയിട്ടുള്ള കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക്സ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് കുറച്ച് പേരൊക്കെ വന്നിരുന്ന് കലങ്കാരി ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഒത്തിരി ആവശ്യം വന്നപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഡിസ്ട്രിബ്യൂട്ടറിന്റെ നമ്പർ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറിന്റെ കയ്യിൽ നിന്നാണ് ഇത്രയും നാളെല്ലാം ഫാബ്രിക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ തന്നെ എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു, ഇത്രയും പ്രൈസിനേക്കാളും കുറച്ചും കൂടി കുറച്ച് കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. കാരണം നമ്മളെല്ലാം തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിക്കഴിഞ്ഞും കുറഞ്ഞ വിലയിലാണ് നമ്മുടെ സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവൈലബിൾ ആക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റ് കാണുമ്പോൾ വളരെ ഒരു എനർജറ്റിക് ആയിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. നെഗറ്റീവ് കമന്റ്സ് എഴുതുന്നവരുണ്ട്, പോസിറ്റീവ് കമന്റ്സ് എഴുതുന്നവരുണ്ട്, എല്ലാം തന്നെ ഞാൻ റീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒത്തിരി അധികം പ്രോത്സാഹനം എനിക്ക് കിട്ടുന്നുണ്ട് ഈ പോസിറ്റീവ് കമന്റ് വായിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സെർച്ച് ചെയ്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് മാനുഫാക്ചേഴ്സിന്റെ അടുത്ത് എത്താൻ സാധിച്ചു. അങ്ങനെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്താ പറയുന്നത്, കലങ്കാരി കോട്ടൺ ഫ്രം മാനുഫാക്ചേഴ്സ് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു വലിയൊരു ഡിഫറൻസ് പ്രൈസിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് 30s by 30s ആയിട്ടുള്ള കലങ്കാരിയും 60s by 60s ആയിട്ടുള്ള കലങ്കാരിയുമാണ്. ഡയറക്ട്ലി മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് പ്രൊക്യൂർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇനി അവിടെ പോയിട്ട് ഇത് പർച്ചേസ് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത് ദൈവം അനുവദിച്ചാൽ അങ്ങനെയും പോയി ആ ഒരു വീഡിയോയും കൂടെ ഞാൻ റെക്കോർഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് 30s കലങ്കാരിയാണ്. എല്ലാം തന്നെ കലങ്കാരി എന്ന് പറയുമ്പോൾ കലങ്കാരി ലവേഴ്സിന് ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. 30s എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി 40s കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഫാബ്രിക് ആണ്. അപ്പോൾ ഒരു പരുപരത്ത കോട്ടൺ തന്നെയാണ്. ഇതിന്റെ പ്രൈസ് നമ്മൾ ഇത്ര നാളും ചെയ്തിരുന്നതൊക്കെ 159 rupees പെർ മീറ്ററിലാണ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 129 rupees പെർ മീറ്ററിലാണ് കലങ്കാരി കോട്ടൺ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ തന്നെ വലിയൊരു ചേഞ്ച് അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. നോർമലി നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ കമന്റ് ചെയ്യാറുണ്ട്, പ്രൈസ് കൂട്ടരുത്, നിങ്ങൾക്ക് ഫോളോവേഴ്സ് കിട്ടുമ്പോൾ. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഓൾറെഡി നമ്മളിവിടെ ഒരു 10-40 വർഷമായിട്ടുള്ള ഒരു സ്ഥാപനം തന്നെയാണ്. ഓൺലൈൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ള ഒരു 5-6 മാസമായിട്ടുള്ളൂ ശിശുക്കൾ തന്നെയാണ് ഓൺലൈൻ ബിസിനസ്സിൽ. അപ്പോൾ നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെ ഇത് പ്രൈസ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കാൻ കഴിയും എന്നുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ എപ്പോൾ വേണമെങ്കിലും വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും ഒരു ഡൗട്ട് വേണ്ട, അങ്കമാലി ടൗണിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ജക്കാർഡിൽ, അതായത് ഹാൻഡ്ലൂം കോട്ടണിലുള്ള മാനുഫാക്ചേഴ്സിനെയും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അവരുടെ അടുത്ത് നിന്നും അത് പ്രൊക്യൂർ ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് മുൻപോട്ട് പോകുന്നത്. അപ്പം നമുക്ക് കണ്ടു തുടങ്ങാം. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ക്യാമ്പ്രിക്കിനെ പറ്റി നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായത്, ക്യാമ്പ്രിക്കിന് ഇനി സീസൺ അടുത്ത് വരുന്നത് ഹോട്ട് സീസൺ ആയതുകൊണ്ട് ഭയങ്കര ഡിമാൻഡാണ്. അതുപോലെ തന്നെ ഈ ഹോട്ട് സീസൺ വരുമ്പോൾ അതിൻ്റെ യാണിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആവും. സമ്മർ സീസൺ കഴിയുന്നത് വരെ ഒരു 7 to 9 or 8, 7 to 10 ആ ഒരു റേഞ്ചിൽ പെർ മീറ്ററിന് അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓൾറെഡി ചില മാനുഫാക്ചേഴ്സ് ഒക്കെ 3-4 rupees ഒക്കെ കൂട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം വന്നതിലൊന്നും ആ പ്രൈസ് അങ്ങ് ചേഞ്ച് ആക്കിയിട്ടില്ല. ഞാനതൊരു എന്താ പറയുക, നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളങ്ങനെ ഫോളോവേഴ്സ് കൂടുമ്പോൾ പ്രൈസ് കൂട്ടുന്നതല്ല. നോർമലി നമ്മൾ കൊടുക്കുന്നത് എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാം, വാങ്ങിച്ച് ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം. അപ്പം ഞാൻ ഈ ക്യാമ്പ്രിക്കിൻ്റെ കാര്യം മാർക്കറ്റിൽ വരാൻ പോകുന്ന ഒരു ചേഞ്ച് നിങ്ങളൊന്ന് ഇൻഫോം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ജൂൺ വരെ ആയിരിക്കും ആ ഒരു ഹൈക്ക് വരുന്നത്. ജൂൺ കഴിയുമ്പോൾ അത് പിന്നെയും നോർമൽ ബാക്ക് ടു ആ ഓൾഡ് പ്രൈസിലേക്ക് പോകുമെന്നാണ് മാർക്കറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു വിവരം. അത് രണ്ടും ഞാനൊന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ നമുക്ക് കലങ്കാരി കണ്ടു തുടങ്ങാം. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്, പേയ്മെന്റ് ചെയ്യേണ്ടത്, കൊറിയർ ചെയ്യുന്ന വിധങ്ങളൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവരും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. നമ്മളിപ്പോൾ സെല് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയധികം വില കുറവിൽ നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കുന്നത്. അപ്പം നമുക്ക് കണ്ടു നോക്കാം. 30s by 30s ആയിട്ടുള്ള കോട്ടൺ ആണ്
ത്രെഡ് കൗണ്ട് ആണ് ഞാൻ പറയുന്നത്, ഫസ്റ്റ് ടൈം കേൾക്കുന്നവർക്ക് വേണ്ടി പറയുന്നതാണ്. പരിപരുത്ത കോട്ടൺ തന്നെയാണ്, 44 ഇഞ്ച് വിഡ്ത്താണ്. നമ്മൾ എന്താ കലങ്കാരിയിലുള്ള സൽവാർ സൂട്ടുകളും എടുത്തിട്ടുണ്ട്, അത് ഓൺ ദ വേ ആണ്. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ അതിൻ്റെയും, അതായത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയുമായിട്ടുള്ള സെറ്റുകളുടെയും വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ലീഫ് പ്രിന്റിലാണ്. ഇത് വന്നിരിക്കുന്നത് ഒരു കോഫി ബ്രൗൺ കളറിനകത്ത് ഗ്രീനും ബ്ലൂവും കളറിലുള്ള ഒരു പ്രിന്റിലാണ്. ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നേ ഇല്ല, തിക്കായിട്ടുള്ള ഫാബ്രിക് തന്നെയാണ്. ഞാൻ പിന്നെയും പറയുകയാണ്, ഹോട്ട് സീസൺ വരുന്നത് കൊണ്ട് നമുക്കിനി ക്യാമ്പ്രിക്കും അതുപോലെ തന്നെ കലങ്കാരിയൊക്കെ ഒത്തിരി ഡിമാൻഡുള്ളൊരു പ്രൊഡക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു മെഹന്തി യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. മെഹന്തി യെല്ലോ അല്ല, മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് തന്നെയാണ്. ഞാനിത് നമ്മുടെ ഇപ്പോൾ തന്നെ കലങ്കാരിയുടെ തന്നെ ഒരു 4ാമത്തെ ബാച്ചോ 3ാമത്തെ ബാച്ച് എങ്ങാണ്ടാണ്. ഓരോ ബാച്ചിലും 4 വീഡിയോ വീതം ഉണ്ടായിരുന്നു. എല്ലാം തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുന്നുണ്ട് വീഡിയോ ഔട്ട് ആകുമ്പോൾ തന്നെ. അപ്പോൾ വീഡിയോ ഔട്ട് ആകുമ്പോൾ സ്റ്റോക്ക് ഔട്ട് ആകുമ്പോഴേക്കും റിപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും കുറേ പേര് പറയുന്നത് നമ്മളെ കളിയാക്കുന്നതാണ്, നമ്മളെ എന്താ പറയുക പറ്റിക്കുന്നതാണെന്നൊക്കെ. അങ്ങനെയല്ല, ഇതെല്ലാം തന്നെ ഭയങ്കര ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുന്നതാണ്. ഇത് വന്നിരിക്കുന്നത് ഒരു സ്റ്റാറിൻ്റെ ഡിസൈനിലാണ് കേട്ടോ. ഇപ്പോൾ 129 റുപ്പീസാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന കലങ്കാരിയുടെ പ്രൈസ് വന്നിരിക്കുന്നത്. 129 റുപ്പീസ് പെർ മീറ്ററിലാണ്. ഇനി നമ്മൾ കാണുന്നത് കലങ്കാരിയിൽ തന്നെ 30x30 ആയിട്ടുള്ള കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. അതിനകത്ത് തന്നെ ഒരു ബ്രൗണും ബ്ലൂവും ഒക്കെ കൂടെ വന്നിട്ടുള്ള കളറിലാണ് വരുന്നത്. ഇത് 1 ലെയർ ആയിട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ 2 ലെയർ ആയിട്ട് എടുത്ത് കാണിക്കുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നെക്സ്റ്റ് വന്ന് നമ്മൾ കാണുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോയുടെ തന്നെ ലൈറ്റ് ടോണിൽ വന്നിട്ടുള്ളതാണ്. ഓരോന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതും വെച്ച് കാണിക്കുന്നതൊക്കെ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് കാണാനായിട്ടാണ്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ്, നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് കൂടിയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് അതേ ഫാബ്രിക്കിൽ തന്നെ 30x30 ആയിട്ടുള്ള കോട്ടണിലുള്ള കലങ്കാരി കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. ഒരു സ്മോക്ക് ഗ്രേ കളറിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. ഇങ്ങനെയാണിത് വന്നിരിക്കുന്നത്. ഇനി നമുക്കൊരു ബ്രൗൺ കളറിലുള്ളത് കാണാം. ബ്രൗൺ കളറിലുള്ളത് അതിനകത്ത് തന്നെ ഫ്ലോറൽ പ്രിന്റിലാണ് ഇത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ കാണുന്നത് സെയിം പ്രൈസിൽ തന്നെ 30x30 ആയിട്ടുള്ള കലങ്കാരി കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ തന്നെയാണ്. ഒരു ഓറഞ്ച് കളറും ബ്ലൂ കളറും ഒക്കെ ആയിട്ടുള്ള പ്രിന്റാണ്. ചിക്കു ബേസിലാണ് ഇത് പോയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ നെക്സ്റ്റ് കളർ കാണാം, നെക്സ്റ്റ് ഡിസൈൻ കാണാം. കോഫി ബ്രൗൺ കളറിൽ തന്നെ, ചിക്കു കളറിൽ തന്നെ കോഫി ബ്രൗണും ഓറഞ്ചൊക്കെ കൂടെ മിക്സായി വന്നിട്ടുള്ള കളറിലാണ് ഇതിൻ്റെ ഫാബ്രിക് പോയിരിക്കുന്നത്. കാണിച്ചു തരാം. നെക്സ്റ്റ് ഡിസൈൻ നമ്മൾ ആദ്യം കണ്ടതുപോലെ ഒരു ലീഫ് പ്രിന്റിലാണ് വരുന്നത്. ലീഫ് പ്രിന്റിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ചും അതുപോലെ നീലയൊക്കെ ആയിട്ടുള്ള ഒരു കളറിലാണ് ഇതിനകത്തുള്ള പ്രിന്റ് പോയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ലീഫിന്റെ തന്നെ കളറാണ്, കുറച്ചും കൂടെ ഒരു ഗ്രീൻ കളറാണ്, ഒരു ചാണകപ്പച്ച എന്നൊക്കെ പറയുന്ന ഒരു കളറിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. പിന്നെയും ഒരു ഡാർക്ക് മെറൂൺ കളറിൽ വന്നിട്ടുള്ള കലങ്കാരി കോട്ടൺ ആണ്. ഈ ഫാബ്രിക് ഓപ്പൺ ചെയ്യുമ്പോൾ ഒത്തിരി ഡസ്റ്റ് മുഖത്തേക്ക് അടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഫേസ് ഇടയ്ക്ക് ഇങ്ങനെ ഇറിറ്റേഷൻ വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ പോകുന്നത്. 30x30 ആയിട്ടുള്ള കലങ്കാരി കോട്ടൺ ആണ്, നല്ല തിക്കായിട്ടുള്ള ഫാബ്രിക് ആണ്. പ്രൈസ് വന്നിരിക്കുന്നത് 129 റുപ്പീസ് പെർ മീറ്ററിലാണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ഗ്രേ ഷെയ്ഡിലാണ്.
ലാസ്റ്റ് വന്ന് നമ്മൾ കാണുന്നത് ലൈറ്റ് മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലേക്ക് പോയിട്ടുള്ളതാണ്. അതിനകത്ത് തന്നെ ബ്ലൂ കളറിലുള്ള പ്രിന്റാണ് പോയിട്ടുള്ളത്. നമ്മൾ ഇന്ന് കണ്ടതെല്ലാം തന്നെ പ്യുവർ കലങ്കാരി കോട്ടണിൽ തന്നെ 44 ഇഞ്ച് വിഡ്ത്തിൽ 30s by 30s ആയിട്ടുള്ള കൗണ്ടിൽ വന്നിരുന്ന കലങ്കാരി കോട്ടൺ റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ് കണ്ടിരുന്നത്. എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈൻസും കളേഴ്സും ആയിരുന്നു. ഇതിലേതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡൗട്ട് വരുന്നത് പോലെ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ് നമ്മൾ കണ്ടത്. പ്രൈസ് വന്നിരിക്കുന്നത് ഞാൻ പിന്നെയും പറയുകയാണ്, പ്രൈസ് വന്നിരിക്കുന്നത് 129 ആണ്. നമ്മുടെ ലാസ്റ്റ് ടൈമിലുള്ള പ്രൈസ് വന്നിരുന്നത് 159 ആണ്. അപ്പോൾ ഒരു ബിഗ് ചേഞ്ച് തന്നെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കലങ്കാരി ലവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെയും പറയുകയാണ്, നമ്മളിത് മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് തരാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം, വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാം, കംഫർട്ടായിട്ട് വെയർ ചെയ്യാം. പിന്നെ കുറേയൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ എന്താ പറയുക, ജെൻസ് ആയാലും ബോയ്സ് ആയാലും ഒക്കെ ഇത് വെച്ചിട്ടുള്ള ഷർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യണത് കാണാറുണ്ട്. സമ്മർ സീസൺ അടുക്കുമ്പോൾ നമുക്കിത് വെച്ചിട്ട് എന്ത് വേണമെങ്കിലും വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാവുന്ന എല്ലാം തന്നെ ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. നമ്മൾ എന്ത് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണതിന്റെ രീതി ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് പേർക്കൊക്കെ നമ്മൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതിന്റെ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി എല്ലാ ദിവസവും ഔട്ട് ആവുന്ന വീഡിയോയുടെ ഫോട്ടോസ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയിട്ടും ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ട് അങ്ങനെ ആയാലും പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെയും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ പേയ്മെന്റ് എല്ലാം സ്വീകരിക്കുന്നത് QR കോഡ് വഴിയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടീം അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരും അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല പേയ്മെന്റ് ചെയ്യാനായിട്ട്. കാരണം 1-2 പേർക്കൊക്കെ അതിലൊരു മിസ്റ്റേക്ക് വന്നിട്ട് അവരുടെ എമൗണ്ട് തന്നെ വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും തന്നെ QR കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ പേ ആയാലും Paytm ഒക്കെ ആയാലും ഇത് വഴി തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ വഴിയും നമ്മൾ പേയ്മെന്റ് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നമ്മളിതെല്ലാം കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. കേരളത്തിനകത്ത് 500 എബോവ് വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് വഴിയാണ് ചെയ്യുന്നത്. ബിലോ 500 വരുന്നത് 500 രൂപയുടെ താഴെ വരുന്നതിന് നമ്മൾ 50 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയ്ക്കും നമ്മൾ 50 റുപ്പീസ് ആണ് ചാർജ് ചെയ്യുന്നത്. ഇതെല്ലാം ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ അതല്ലെങ്കിൽ DTDCയോ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യണേ. അതിനുള്ള പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. ഇത് ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആവുന്ന ദിവസം ഷുവറായിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. അങ്കമാലി ടൗണിൽ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ അടുത്തായിട്ടൊരു SBI വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മൾ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനർ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ നമ്പർ ഞാനൊന്ന് പറയാം: 8891060225 8891060225. ഞാനിതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എല്ലാം എടുക്കുന്നത് നമ്മുടെ മൊബൈലിലാണ്. അപ്പോൾ ഞാൻ അഡ്വാൻസ് ചെയ്ത് പറയുകയാണ്, ഒരു 10 to 15% കളർ വേരിയേഷൻ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്. നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നോർമലി ഇങ്ങനെ ഡെയിലി ബേസിസിൽ തന്നെ വാങ്ങിക്കുന്നവർ. അപ്പോൾ അവർക്കറിയാം എത്രത്തോളം കളർ വേരിയേഷൻ ഉണ്ടാകുമെന്നുള്ളത്. എങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നവർക്കും ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടി പറഞ്ഞതാണ്. പല മെറ്റീരിയൽ വെച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. ക്യാമ്പ്രിക് കോട്ടൺ വെച്ചിട്ട് 40s by 40s ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് അങ്ങനെ എന്താ പറയുക, സെമി ടസർ, സെമി ലിനൻ എല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതിൻ്റെ വിധങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഞാനൊന്ന് പറയട്ടെ. ഒരു 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് കളർ ഗാർഡ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്തുനിന്ന് മുക്കി വെക്കുക. അരമണിക്കൂറിന് ശേഷം പിഴിഞ്ഞെടുത്ത് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് അതല്ലെങ്കിൽ പ്യുവർ അജ്രക് കോട്ടൺ അല്ലെങ്കിൽ പ്യുവർ കോട്ടൺ അങ്ങനെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്. എങ്കിലും ഒന്നും കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്, പ്യുവർ കോട്ടൺ ആകുമ്പോൾ അതിൻ്റെ കളറിൻ്റെ സേഫിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യുക. നിങ്ങൾ ഏത് കളർ ഗാർഡാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇന്ന ബ്രാൻഡെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെയും കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണെന്ന്. ഷോപ്പിലും ഓൺലൈനിലും ഒരുപോലെ അവൈലബിൾ ആക്കിയിട്ടാണ് നമ്മളിതെല്ലാം തന്നെ സെയിൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളിതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് അയച്ചിട്ട് കിട്ടണില്ല അല്ലെങ്കിൽ വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടി ഓപ്ഷൻ കൂടി തരാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ poothurans@gmail.com ഒന്ന് മെയിൽ ചെയ്താൽ മതി. POOTHURANS@gmail.com ഇതാണ് നമ്മുടെ മെയിൽ ID വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കംപ്ലൈൻറ്റ് വന്നു, അപ്പോൾ അത് എന്താ പറയുന്നത്, ഞങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ മെയിൽ ID-യിലേക്ക് നിങ്ങളുടെ മെയിൽ ഒന്ന് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ കിട്ടും, ഞങ്ങൾക്കത് കാണാനായിട്ട് കഴിയുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. നമ്മളെല്ലാം തന്നെ മൂന്ന് സോഷ്യൽ മീഡിയയിലും ഒരുപോലെ തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആക്കുന്നത്. രാവിലെ 7:30 മുതലാണ് നമ്മുടെ വീഡിയോ ഔട്ട് ആകുന്നത്. 7:30 ഉണ്ട്, 8-നുണ്ട്, 8:30 ഉണ്ട്, 9-നുണ്ട്, 9:30 ഉണ്ട്, 10-നുണ്ട്. അങ്ങനെ ഡിപ്പെൻസ്. അത് ചിലപ്പോൾ കുറച്ചധികം റണ്ണിങ് ഫാബ്രിക് ഉണ്ടെങ്കിൽ നമ്മളൊരു 3-4 റണ്ണിങ് ഫാബ്രിക് ഇടും. പിന്നെ നമ്മളിപ്പോൾ സാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സൽവാർ സൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ കുർത്തികൾ ഉണ്ടാകാം, ചിലപ്പോൾ ബെഡ്ഷീറ്റുകൾ ഉണ്ടാകാം. അപ്പോൾ അതൊരു 10 o'clock ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോകളെല്ലാം തന്നെ ഔട്ടായി തീരാവുന്ന പോലെയാണ് നമ്മളിതെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആകുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം കുറച്ച് പേര് ചോദിക്കാറുണ്ട്. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വന്നിരിക്കുന്നത് 9:30 മുതൽ 8 o'clock വരെയാണ്. നമ്മുടെ ഡിസൈനർ ടീമിൻ്റെ വർക്കിംഗ് ടൈം 9:30 മുതൽ 6 PM വരെയാണ്. നമ്മുടെ വീഡിയോസ് ഔട്ട് ആകുന്നത് 7:30 AM മുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. 7:30 AM മുതൽ വീഡിയോ ഔട്ട് ആകും. അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് മെസ്സേജ് അയക്കാറുണ്ട്. 9:30 AM-നാണ് നമ്മുടെ സ്റ്റാഫ് വർക്കിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.